നമസ്കാരം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പുതിയ തൊഴിൽപരമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗൃഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ യോഗം കാണുന്നു. തൊഴിൽ മേഖലകളോടനുബന്ധമായി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി വേണ്ട വിധത്തിൽ നിർവഹിക്കും. പൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു. മക്കൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള യോഗം കാണുന്നു. വാഹനോപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ഉണ്ടായിത്തീരും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിച്ച് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടമൊന്നുമില്ലെങ്കിലും ആദ്യ പണം മുതൽ മുടക്കി വിപുലമാക്കുവാൻ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് മനസ്സമാധാനത്തിനും കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കുവാനും അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.